ഹായ്. ഒരു കഥ പറയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ കേട്ടോ. മംഗൂസ് ആൻഡ് ദ സ്നേക്ക്. പഞ്ചതന്ത്ര സ്റ്റോറീസ് എല്ലാവർക്കും അറിയാം. അതിൽ ഇങ്ങനെ കുട്ടീനെ ഉറക്കിക്കെടുത്തിയിട്ട് അച്ഛനും അമ്മയും പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഒരു സ്നേക്ക് വരുന്നു. ആ പാമ്പ് വരുന്നു. പാമ്പിനെ വന്നിട്ട് ഈ മംഗൂസ് കടിച്ച് കീറി കൊല്ലുന്നു. എന്നിട്ട് ഓടി ചെല്ലുന്നു അച്ഛനും അമ്മയും വരുമ്പോൾ. അപ്പോൾ അവർ തെറ്റിദ്ധരിക്കുന്നു. അച്ഛൻ ഈ പാമ്പിൻ്റെ ചോര മംഗൂസിൻ്റെ വായിലുണ്ടായിരുന്നു, മംഗൂസ് കീരിയുടെ വായിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തല്ലിക്കൊല്ലുന്നു. എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ ഈ സ്റ്റോറി ഒരുപാട് തലത്തിൽ പല 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 സ്ഥലങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ വരെ അത് ചെന്നെത്തപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് സൗത്ത് ഏഷ്യ, നമ്മളുടെ ഈ ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. സോ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്നും വന്നിട്ടുണ്ട്. പുറമേ നിന്ന് നമ്മുടെ പോർട്ടുഗീസുകാർ കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ ടർക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? ജിലേബി. ഇപ്പോൾ ഈദിൻ്റെ സമയമായതുകൊണ്ട്, റംസാൻ മാസമായതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇഫ്താറിന് എല്ലാവരും എന്താ പറയുക, ഡേറ്റ്സും ജിലേബീസും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഈ ജിലേബിയും ഇതേപോലെ തന്നെ പല 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 സ്ഥലങ്ങളിൽ നിന്നും കടന്ന് നമ്മളുടെ അടുത്ത് എത്തിയതാണെന്ന്. വെറുതെ ഒരു പഞ്ചതന്ത്ര ടെയിലും ഒരു ജിലേബിയുടെ കഥയും പറഞ്ഞു. എന്തിനാണെന്നറിയാം? ട്രേഡ്. ഒരു ചെറിയ കഥ ഒരു വീട്ടിൽ നിന്നും ഉത്ഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ എഴുതിയതായിരിക്കാം. പക്ഷെ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കുട്ടികളിൽ അല്ലേ. പല 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 സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് അമ്മമാരോ അല്ലെങ്കിൽ കസിൻസോ സിസ്റ്റേഴ്സോ ഒക്കെ ഈ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു അല്ലേ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അതൊരാൾ എഴുതിയതാണല്ലോ, ഒരാൾ അല്ലെങ്കിൽ പറഞ്ഞത്, ഓറലി പറഞ്ഞതായിരിക്കും. സംവേർ അതിന് ഒരു ഒറിജിൻ ഉണ്ടായിട്ടുണ്ട്, ശരിയല്ലേ? അതേപോലെ തന്നെയാണ് ബിസിനസ് സംരംഭങ്ങളും ഐഡിയാസും അല്ലെങ്കിൽ പ്ലെയിനും അതും ഇതുമൊക്കെ എല്ലാം ആരുടെയെങ്കിലും മനസ്സിൽ ഉരുത്തിരിഞ്ഞതായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും കൊണ്ടുതരട്ടെ അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞ് ചാരി ഇരുന്ന് റിലാക്സ് ചെയ്യാതെ, ഞാനൊരു സ്ത്രീയല്ലേ, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാതെ ഇറങ്ങി പുറപ്പെടുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു ആമുഖത്തോടെ ഞാനൊരു 2-3 കാര്യങ്ങൾ പറയട്ടെ. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന 2-3 കാര്യങ്ങൾ കേട്ടോ. ഇപ്പം നിങ്ങൾ റിച്ച്നെസ് എന്നെല്ലാവരും പറയുമ്പോൾ ഫ്ലാഷി ആയിട്ടുള്ള കാറ്, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര വിലയുള്ള വാച്ചസ്, അല്ലെങ്കിൽ അതുപോലത്തെ ഡിസൈനർ ബാഗ്സ്, ഇതൊക്കെ റിച്ച് ആൾക്കാർ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. നമ്മളത് കാണുന്നുണ്ട്. നമ്മൾ കാണാത്ത അവർ യൂസ് ചെയ്യുന്ന ചില ട്രേറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയോ? അവർ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന മാട്രസ് ഭയങ്കര വില കൂടിയതും ഏറ്റവും കംഫർട്ടബിളും ആയിട്ടുള്ളതായിരിക്കും. അതായത് ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ചും ഏതാണ് ശരീരത്തിന് നല്ലത് എന്നുള്ള തരത്തിലുള്ള മാട്രസസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതായിരിക്കും അവരുടെ വീട്ടിലുണ്ടാകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പം റിട്ടയർഡ് ആകുന്നു അല്ലേ, ഇവിടുന്ന് റിട്ടയറായി പോകുമ്പോൾ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, അതിനുള്ള പണം ആ മാട്രസ്, അങ്ങനത്തെ മാട്രസ് നമ്മൾ വാങ്ങിച്ച്, കാരണം ഇനി അങ്ങോട്ട് വി ആർ വാക്കിംഗ് ടുവേർഡ്സ് ദ ഗ്രേവ് എന്ന് പറഞ്ഞ പോലെ ആയി അല്ലേ. കാരണം ഓരോ ദിവസം യങ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ഒന്ന് മാട്രസ് മാറ്റുക. നിങ്ങൾ നല്ല മാട്രസ്, നല്ല ബെഡിങ് അതായിരിക്കണം. അതിൻ്റെ മുകളിൽ വിരിക്കാനുള്ളതോ ഒരുപാട് നല്ല ഇഴകളുള്ള, നല്ല ഒരുപാട് അങ്ങനത്തെ ഹൈ എൻഡ് വീവ്സ് ഉള്ള ഇത് സ്പണ്ണിൻ്റെയൊക്കെ ബെഡ്ഷീറ്റ് കണ്ടിട്ടില്ലേ, അത് വാങ്ങിക്കുക. എന്തിനാ ഇതൊക്കെ എന്ന് വെച്ചാൽ, നമ്മുടെ ഉറക്കമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അല്ലേ. അതുകൊണ്ട് ആ ഉറക്കം നന്നായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലെ ശ്രദ്ധിക്കുന്നത്. തലയിണ ശ്രദ്ധിക്കുക, ഏറ്റവും നല്ലത് ഏതാണ് ആ ക്വാളിറ്റി വാങ്ങിക്കുക. അപ്പോൾ ഇത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉറക്കത്തിൻ്റെ ഇതിൽ. രണ്ടാമത്തെ കാര്യം ഫുഡ് വന്നിട്ട് ഈ എപ്പോഴും ചായ കുടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കൊഫീൻ കുടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ സ്റ്റാർബക്സിൽ പോയിട്ട് അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ചു കുടിക്കുക. സ്റ്റോപ്പ് ദാറ്റ് ഹാബിറ്റ്. അതല്ല റിച്ച് പീപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട്ടിൽ. ദേ വിൽ ബി ചൂസിങ് എ നൈസ് ക്യൂസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള ഡയറ്റ് ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത് എന്ന് കരുതി മെലിഞ്ഞിരിക്കാനും ശരീരവടി വയ്ക്കാനും നല്ലപോലെ ഇരിക്കാനും വേണ്ടിയിട്ട്
നമ്മൾ ഒരുപാട് ഡയറ്റിങ്ങും ചെയ്യാൻ പാടില്ല. നമ്മുടെ ശരീരത്തിനനുസരിച്ച് എത്രത്തോളം വെള്ളം വേണം, എത്രത്തോളം ഫൈബർ വേണം എന്നൊക്കെ ഒരു ഡയറ്റീഷ്യനെ വെച്ചിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കിയിട്ട് ആണ് റിച്ച് പീപ്പിൾ കഴിക്കുക. ഓക്കെ, അപ്പോൾ ചേച്ചി നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ആ റിച്ച് പീപ്പിൾ കഴിക്കുന്ന ചിലപ്പം സ്ട്രോബെറീസും ബെറീസും ബ്ലൂബെറീസും അങ്ങനെയൊക്കെ എപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും ആഴ്ച ഒരു ദിവസമെങ്കിലും നമുക്കിതൊക്കെ നമ്മളുടെ ഡയറ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഒരു ഡയറ്റ് റെസിപ്പിയും കൂടി ഇതിൽ പറയണം. മിനിമലിസത്തിൽ ഞാനത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് ഓട്സ് എടുക്കുക, 3 ടീസ്പൂൺ ഓട്സ് എടുത്തിട്ട് യോഗർട്ട് എന്ന് പറയുമ്പോൾ പുളിയില്ലാത്ത തൈരാണെങ്കിൽ അത് മതി. അതിനകത്ത് സോക്ക് ചെയ്ത് കുറച്ച് ചിയാ സീഡ്സും ഇട്ട് അതും സോക്ക് ചെയ്ത് തൈര്, ചിയാ സീഡ്സ്, ഓട്സ് ഇത്രയും സാധനം ഒരു കുപ്പി ഗ്ലാസ്സിൽ സോക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് രാവിലെ ആകുമ്പോഴേക്കും അത് കുറച്ചൊന്ന് സെറ്റാക്കി ഇരുന്നുണ്ടാവും. ഒരുപാട് പുളി ഉണ്ടാവില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള നട്ട്സും നല്ല ഡേറ്റ്സും എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന മാവിൻ്റെ മാമ്പഴം ആയാലും മതി, അത് ചോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ചക്കപ്പഴം ഇടുന്ന കാണാറില്ല കേട്ടോ, അതിനൊരു വാസനകളുണ്ടായിരിക്കും, അതിലിടുക. അല്ലെങ്കിൽ പൈനാപ്പിൾ അതിൽ ചോപ്പ് ചെയ്തെടുക്കുക, 2-3 അതിലിട്ടിട്ട് കൊണ്ടുപോകുക. അതൊരു ഇടനേരത്തിലുള്ള ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്മൂതി ആയിട്ടോ വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് സ്മൂതി പോലെയും കുടിക്കാം കേട്ടോ. ഒരു നേരത്തെ ഫുഡായില്ലേ, പവർ പാക്ഡ് ഫുഡായില്ലേ. നമ്മളതിന് പകരം എന്താ ചെയ്യുക, ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ തലേദിവസം സോക്ക് ചെയ്ത് വെക്കണം. രാവിലെ ഉഴുന്നും അത് പിന്നെ എന്താ പറയുക അരിയൊക്കെ അനുപാതികമായിട്ട് സോക്ക് ചെയ്ത് വെച്ച് രാത്രി സന്ധ്യ ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് അത് അരച്ച് പിന്നെ അത് ഫെർമെൻ്റായി രാവിലെ അതെടുത്ത് ഊറ്റി പിന്നെ അതിനൊരു അനുസാരി ഒന്നില്ലെങ്കിൽ എന്താ പറയണേ ചമ്മന്തി, പല വിധത്തിലുള്ള ചമ്മന്തികളുണ്ട് മെഡ്രാസിലാണെങ്കിൽ, അത് അല്ലെങ്കിൽ ദിസ് ഈസ് ഓക്കെ ഓൺലി. പക്ഷേ ഫെർമെൻറ്റ് ചെയ്തും ഒരുപാട് ജോലിയില്ലേ, അതിലും ഇത്രയും എളുപ്പമാണല്ലേ ഇത് എളുപ്പവുമാണ്, കുറച്ചും കൂടി പവർ പാക്ഡും ആണല്ലേ. പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയ്ക്കിടെ. കാരണം കുറച്ച് കാര്യങ്ങൾ ഈ മിനിമലിസം എന്ന് പറഞ്ഞ് വെറുതെ പോയതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചിന്തിക്കണം, എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്സിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാനുള്ള ഒരു സീഡ് മണി ഉണ്ടാക്കാനും ഒക്കെ സാധിക്കും. 10 മാസം നമ്മളിത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലേ. ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് ഇത്തിരി പണിയുണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ. 10ാമത്തെ ദിവസമായിരുന്നു ഇന്നലെ, ഇന്ന് 11ാമത്തെ ദിവസം. ഇന്നലെ പക്ഷേ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ചിക്കനും വാങ്ങിച്ചു. എല്ലാം കൂടെ നമ്മുടെ ഇന്ത്യൻ മണി 2000 റുപ്പീസ് ആയിട്ടുണ്ടാവും. അതായത് ഇവിടുത്തെ 80 ദിറംസ് ആണ്. ബട്ട് അത് വളരെ കുറച്ച് ഉള്ള ഒരു എമൗണ്ടാണ്. ഇനി ഈ ആഴ്ച എനിക്കൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, പാല് ഇതെല്ലാം വാങ്ങിച്ചിരുന്നു. സോ പാലൊക്കെ മേ ബി വീക്കെൻഡ് ആകുമ്പോൾ ചിലപ്പോൾ വാങ്ങേണ്ടി വരും. 1 ലിറ്ററേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ മിനിമലിസം പോകുന്ന റൂട്ട് കേട്ടോ. ഇറ്റ്സ് ഗോയിങ് വെരി ഫൈൻ. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പിശുക്കി ജീവിക്കാനല്ല കേട്ടോ മിനിമലിസത്തിൽ പറഞ്ഞു വരണേ. പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പൈസ ചേർത്ത് വെച്ചിട്ട് യു ഹാവ് ടു സ്പ്ലേർജ് ഓൺ യുവർ കംഫർട്ടബിൾ സ്ലീപ്പ്. അതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, വീടെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ പൈസ കാണത്തില്ല, മാട്രസ് പോലും വാങ്ങിക്കാൻ പറ്റാതിരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പണ്ടത്തെ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ 50 വയസ്സിന് ശേഷമുള്ള മിനിമലിസം പറയുമ്പോൾ എളുപ്പമാണ് ചേച്ചി എന്ന് പറയാം അല്ലേ. ബട്ട് സ്റ്റിൽ എവ്രി വൺ ഷുഡ് പ്രാക്ടീസ്. എനിക്കിതൊരു 10 വർഷം മുമ്പ് എനിക്ക് എന്തുകൊണ്ട് ഇത്രയും തോന്നിയില്ല എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് എപ്പോഴും. അതർവൈസ് ഐ വുഡ് ഹാവ് ലിസ്റ്റ് കുറച്ച് ഹെവി ആയിട്ട് പൈസ ഉണ്ടായേനെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എല്ലാവരും ഇത് ഗോൾഡ് ഭയങ്കര വിലയാണ്, ഇത് വാങ്ങിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ, കൂടുമോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ. ഇത്രയും കൂടുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എൻ്റെ വിവാഹത്തിന് ഞാൻ എപ്പോഴും പറയാറുണ്ട് 3500 രൂപയ്ക്ക് ഒരു പവൻ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. സോ അത് പണിക്കൂലിയും എല്ലാം ഉൾപ്പെടെ ആയിരിക്കണം 3500. അത് കഴിഞ്ഞ് അപ്പം 100 പവൻ വാങ്ങിച്ച ആ എമൗണ്ട് എത്രയായിരിക്കും അല്ലേ? 3.5 ലക്ഷം രൂപ. ആ 3.5 ലക്ഷം രൂപ 25 ഇയേഴ്സ് ആഫ്റ്റർ ഇപ്പോൾ എത്ര രൂപയായിട്ടുണ്ടാവും? ബാങ്കിലിടാണെന്ന് തന്നെ വിചാരിക്കട്ടെ, ശരി, ബാങ്കിലേ നമ്മൾ സേഫായിട്ട് ഇടുള്ളൂ. 3.5 ലക്ഷമൊക്കെ പണ്ടത്തെ ഒരു ഇതിൽ 6 വർഷം കൂടുമ്പോഴേക്കും ഡബിൾ ആകും, 7 ആകാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 6 വർഷത്തിലൊന്നും ഡബിൾ ആവില്ല, ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 8 വർഷമാകും. സോ ഓക്കെ, ലെറ്റ് us assume it as 8 years. ഇപ്പം നമ്മുടെ ഒരു ഈസ് ഓഫ് ഇൻഫ്ലേഷനും അതെല്ലാം നോക്കിയിട്ട്
8 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 7 പിന്നെ അനദർ 8 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 14 അനദർ 8 വർഷം കഴിഞ്ഞപ്പോൾ 28 അപ്പോൾ ഇപ്പോൾ എനിക്ക് 28 ലക്ഷം രൂപയായിട്ട് അത് വെച്ചിരുന്നെങ്കിൽ ആയിട്ടുണ്ടാവുള്ളൂ. സോ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമ്മളുടെ കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് എത്രയുള്ള അറിവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 100 പവൻ അന്ന് വാങ്ങിച്ചത് 3.5 ലക്ഷത്തിനാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ 70 ലക്ഷം കൊടുക്കണം. അത് ഓർണമെൻറ്റ്സോ ഒക്കെ ആയിട്ട് വാങ്ങിച്ചു വരണമെങ്കിൽ ഇത്ര അത് ഹെഡ്ജിങ് എഫക്റ്റാണ് അല്ലേ. അപ്പോൾ എല്ലാം കൊണ്ടൊന്നും സ്വർണ്ണത്തിലിടണമെന്നല്ല, പക്ഷെ നമ്മൾ കുറച്ചെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് കൈ നീട്ടേണ്ട ആവശ്യമില്ല. സ്ത്രീകളുടെ കാര്യമാണ് കേട്ടോ. സ്ത്രീകൾ ആൻഡ് ഫൈനാൻസ് ആണ് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞാണ്. ആണുങ്ങൾക്ക് ഒരുപാട് മേഖലകളുണ്ടല്ലോ. ഇറങ്ങി പുറപ്പെട്ടു പോയി ഒരു സ്വിഗ്ഗി ബോയ് ആയിട്ട് പോലും പോയി അവർ പൈസ സമ്പാദിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് പരിമിതികളുണ്ട്, അവരുടെ സുരക്ഷ ഇതെല്ലാം കാരണം അല്ലേ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സും ഒക്കെ അതിൻ്റെ ഉള്ളിലായിരിക്കും. പക്ഷേ അവർക്ക് ഒരു പൈസ വേണം എന്ന് തോന്നുമ്പോൾ ഈ ഒരു സ്വർണം കുറച്ച് 5 പവനെങ്കിൽ 5 പവൻ 10 പവൻ അത് ഒരു അസറ്റല്ലേ, അത് സൂക്ഷിക്കുക. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വർണം എടുത്ത് ഇങ്ങനെ കളയരുത് കേട്ടോ. ഇതൊരു ടേക്ക് അവേ ആയിട്ട് എടുക്കണേ. പ്ലീസ് ബി കെയർഫുൾ. ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ദിസ് ഇസ് ഫോർ ദ ന്യൂലി വെഡഡ് കപ്പിൾ എഗെയിൻ. കല്യാണം കഴിക്കുന്ന സമയത്ത് നമുക്കൊരു കാമുകൻ ഭാവമായിരിക്കും. ആ സമയത്ത് ഒരിക്കലും ഭർത്താവിനെ ധിക്കരിക്കാനോ ആ ഹണിമൂൺ ടൈമിൽ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് വായ തുറക്കില്ല. പക്ഷേ രണ്ടുപേരും കൂടി ഇരുന്ന് നമ്മുടെ ജീവിതം നമ്മൾ കല്യാണം കഴിച്ചിരിക്കുന്നത് മുമ്പോട്ട് പോകാൻ തന്നെയാണ്. വഴക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണല്ലോ, ഒരു കൂട്ടിന് വേണ്ടിയിട്ടാണല്ലോ വിവാഹം കഴിച്ച് മുമ്പോട്ട് പോകുന്നത്. അല്ലാത്തവരുണ്ട്, ഇല്ലെന്നല്ല. അതായത് വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ ഇതൊരു കോൺസെപ്റ്റിൽ ഇറങ്ങുന്ന ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യു ഷുഡ് കീപ് ദാറ്റ് ഗോൾഡ് ഇൻടാക്ട്. വിറ്റിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, നിങ്ങൾക്ക് വേറെ കഴിവിന് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആ ഗോൾഡ് തിരിച്ചു കൊടുത്ത് അത് FD ഇട്ടിട്ട് നടക്കട്ടെ, അങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. ഒരു 25,000 രൂപയെങ്കിലും കിട്ടും. 10-40 ലക്ഷം രൂപ ബാങ്കിലിട്ടാൽ അല്ലേ, 50 കിട്ടണമെന്ന് തോന്നുന്നു, 25 കിട്ടണേ. ബട്ട് സ്റ്റിൽ അപ്പോൾ അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ചോദിക്കായിരുന്നു, ചേച്ചി എൻ്റെ ഗോൾഡ് എനിക്ക് കളയാൻ ഇഷ്ടമില്ല. കളയണ്ട. ഹസ്ബൻഡും വൈഫും കൂടി തീരുമാനിച്ച് അത് കൊണ്ടുപോയി മറ്റേ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമില്ലേ, സോവറിൻ ബോണ്ട് അല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതിൽ കൊണ്ടുപോയി വെച്ചാൽ 2% കിട്ടും. അപ്പം 30 ലക്ഷത്തിൻ്റെ സ്വർണം വെച്ചാൽ 7,500 രൂപയുള്ളൂ കിട്ടുന്നതെങ്കിൽ അത് മതി. സാധാരണ ഒരു വീടുള്ള കുട്ടിക്ക്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ജോലിയാകുന്നത് വരെ ഒരു എന്തെങ്കിലും ഒരു ചെറിയ 2 വീലറിൽ പെട്രോൾ അടിക്കാനൊക്കെ വേണ്ടിയിട്ടാണേ, അത് മതി. പിന്നെ ജോലി കിട്ടുമല്ലോ. അപ്പോൾ യു ക്യാൻ ജസ്റ്റ് ഇൻവെസ്റ്റ് ദാറ്റ് 7,500 ഓൾസോ ഇൻ ടു സം സോവറിൻ ബോണ്ട്സ്. അങ്ങനെ അത് വളർത്തിക്കൊണ്ടുവരാം. നിങ്ങൾ സമ്പാദിച്ചേ പറ്റുള്ളൂ. ഇനിയുള്ള കാലങ്ങൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് കേട്ടോ. അപ്പോൾ വിവാഹം കഴിച്ചിട്ട് വരുന്ന ആൾക്കാരുടെ അടുത്താണേ അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, അവർക്ക് ആർക്കും ഈ സ്വർണ്ണത്തിൽ കൈവയ്ക്കാൻ അധികാരം ഇല്ല കേട്ടോ. അവരുടെ കയ്യിലേക്ക് കൊടുക്കേണ്ട കാര്യവും ഇല്ല. ഇപ്പം പറയും, ചേച്ചി ഇതെന്താ കുടുംബം കലക്കാണ്? കുടുംബം കലക്കുന്നതല്ല. ആസ് എ ലോയർ ഐ ആം ടെല്ലിങ് യു, എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് ഒരു പക്ഷേ ഇനിയൊരു ഇൻഹെറിറ്റൻസ് ആ വീട്ടിലുണ്ടാവില്ല. അതായത് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് തന്നു വിട്ടതായിരിക്കും. സോ കീപ്പ് ഇറ്റ് വിത്ത് യു. ആൻഡ് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ, ഇപ്പം അമ്മായിയച്ഛന്മാരുണ്ടെങ്കിൽ കേട്ടോളൂ, ചോദിക്കരുത് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ അത്രയും പേര് അങ്ങനെ ചോദിക്കണില്ല, എനിക്ക് തോന്നണില്ല. ദേ വിൽ ഗോ ആൻഡ് ആസ്ക്, എൻ്റെ ലോക്കറിൽ കൊണ്ടുവയ്ക്കൂ, അങ്ങനെയൊന്നും പറയില്ല. ഇപ്പം എല്ലാവരും തന്നെ വിദ്യാഭ്യാസമുള്ളവരും അവർക്ക് അറിയാവുന്നവരുമാണ്. പക്ഷെ നിയമപരമായിട്ടും നിയമത്തിൻ്റെ പരിരക്ഷയും കിട്ടാൻ പോകുന്നത് പെൺകുട്ടിക്കായിരിക്കും. ഓക്കെ, ദിസ് ഇസ് ദ ടേക്ക് അവേ. ഒരാൾ ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ, അപ്പോൾ പറയാൻ പറ്റിയില്ല. സോ ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞതാണ് കേട്ടോ. സോ ബി കെയർഫുൾ. എപ്പോഴും നമ്മൾ പണം സൂക്ഷിക്കണം, സൂക്ഷിച്ചേ മതിയാവും. കാലം അങ്ങനത്തെയാണ് കേട്ടോ. ഇനി നാളെ വരാം. മിനിമലിസം നടക്കട്ടെ. 15 ദിവസം ആകാൻ പോകുന്നല്ലേ, 11 ഇനി പെട്ടെന്നാവുമല്ലോ. 15, 12, 13, 14, 15, 4 ദിവസം കൂടിയുണ്ട്. 15ാമത്തെ ദിവസം എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടൊരു കഥയായിട്ട് വരാം കേട്ടോ, ഒരു ടിപ്പുമായിട്ട് വരാം. ബൈ. നാളെ വരുമെന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഇച്ചിരി പണികളുണ്ട് പുറത്തൊക്കെ. എന്നാലും ഐ വിൽ ട്രൈ ടു കം. ബി ഹാപ്പി ആൻഡ് കീപ് ലിസണിങ്. ഓക്കെ, ബൈ.